നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്. ഇന്ത്യ നടുങ്ങിയ ഒരു ഭീകരാക്രമണം, ഡൽഹി ചെങ്കോട്ടയിൽ നടന്ന വൻ സ്ഫോടനം ഒരു ചാവേർ ആക്രമണമല്ല, മറിച്ച് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിൽ വന്ന ഒരു അപകടമാണ് എന്ന തലത്തിൽ അന്വേഷണ ഏജൻസികളുടെ നിഗമനം എത്തി നിൽക്കുന്നു. എന്നാൽ ഈ വൻ സ്ഫോടനം നടന്ന ഡൽഹിയുടെ ദുരന്ത ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ, വരുന്ന ജനുവരി 26 ഡൽഹിയിൽ വലിയ സ്ഫോടനങ്ങൾക്ക് ഇതേ ഭീകര സംഘം ആസൂത്രണം നടത്തിയിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദീപാവലി ദിവസം രാജ്യത്തെ നടുക്കുന്ന ആക്രമണ പരമ്പരകൾക്ക് ഇവർ പദ്ധതി വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ മികവ് നമുക്കിവിടെ കാണാൻ കഴിയും. ആ അന്വേഷണ ഏജൻസികളുടെ ഇടപെടലും അവർക്ക് അനുഭവപ്പെട്ട സംശയങ്ങളുമാണ് പലപ്പോഴും വലിയ ഭീകരാക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ രക്ഷിച്ചത്. ഇന്ത്യയെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നു. വൈറ്റ് കോളർ ടെററിസം എന്ന ഒരു പദം, അതിലപ്പുറം വൈറ്റ് കോളർ ടെററിസത്തിലെ കണ്ണികളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ജമ്മു കാശ്മീർ പോലീസ് വളരെ യാദൃച്ഛികമായി ആരംഭിച്ച ഒരു അന്വേഷണം എത്തി നിൽക്കുന്നത് ഇന്ത്യയെ ഏറെ ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം വിവരങ്ങളിലാണ്. എന്താണ് അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ? ഈ ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നിലെ ഭീകര സംഘടനകളെക്കുറിച്ചുള്ള, ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രാജ്യം കൂടുതൽ അപകടത്തിലേക്കാണോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? There is a positive takeaway and there is a negative takeaway also. വളരെ പോസിറ്റീവായി നോക്കിയാൽ വൻ വിപത്താണ് ഒഴിവായി പോയിരിക്കുന്നത്. നോക്കൂ, 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ സംശയത്തിൻ്റെ നിഴലിലുള്ള ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. ഫരീദാബാദ് ബേസ്ഡ് ഒരു മൊഡ്യൂൾ അതാണ്. അവിടെ ആ സ്ഫോടന വിവരം, അത് സ്ഫോടനം നടത്താൻ വേണ്ടിയാണ്. ഇത് ഹോബിക്ക് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചതൊന്നുമല്ലല്ലോ. തീർച്ചയായും ഡെറ്റോനേറ്റേഴ്സ് 20 എണ്ണമാണ് നമുക്കെടുക്കാൻ കഴിഞ്ഞത്, അന്വേഷണ ഏജൻസികൾ കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ മിനിമം 20 ഇടത്ത് ഈ പറയുന്ന 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, പിന്നീട് 80 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഈ കാറിനുള്ളിൽ, i20 കാറിനുള്ളിൽ പൊട്ടിത്തെറിച്ചത് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത്രയും കൃത്യം പറഞ്ഞാൽ 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു മിനിമം. അത് എത്രത്തോളം ഡാമേജിങ് ആകുമായിരുന്നു. അവിടെയാണ് ഇൻ്റലിജൻസ് ഇൻപുട്സ്, ലക്ഷക്കണക്കിന് ബൈറ്റ്സ് ഓഫ് ഇൻ്റലിജൻസ് ഇൻപുട്ടാണ് വരുന്നത്. അതിൽ ഏത് കൊള്ളണം ഏത് തള്ളണം എന്ന് ഉള്ള ആശയക്കുഴപ്പം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരാൾ വലയ്ക്ക് പുറത്തേക്ക് ചാടി. ആ ആൾ ഓടിച്ച കാറാണ്, അതായത് ഉമർ നബി. അദ്ദേഹം ഡോക്ടറാണ്. നമുക്കറിയാമല്ലോ, ജീവൻ നൽകേണ്ട കരങ്ങൾ, ജീവൻ്റെ റെസ്റ്റോറേഷന് പ്രവർത്തിക്കേണ്ട കരങ്ങൾ, ജീവൻ നഷ്ടപ്പെടുത്തുന്ന കരങ്ങളായി നിസ്സഹായരുടെ, അദ്ദേഹത്തിന് അറിയുക പോലും ചെയ്യാത്ത 12 പേരുടെ മരണത്തിനിടയാക്കി എന്ന് പറയുമ്പോൾ വൈറ്റ് കോളർ ടെറർ എന്ന കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഡീപ്ലി എൻട്രൻച്ച്ഡ് ആണ് ഇന്ത്യയിൽ എന്ന ഒരു നിഗമനത്തിൽ എത്തി നിൽക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് ആദ്യം നമ്മൾ കേൾക്കുന്നത്, വൈറ്റ് കോളർ ടെറർ എന്നത് പുതിയ പ്രയോഗമാണെങ്കിൽ പോലും ആദ്യ സൂചന നമുക്ക് കിട്ടുന്നത് 9/11/2001 ആക്രമണ സമയത്താണ്. അതാരാണ് നടത്തിയത്? ടെക്നോക്രാറ്റുകളാണ്, എൻജിനീയേഴ്സ്, പ്രൊഫഷണൽസ്. എയർക്രാഫ്റ്റ് പറത്താൻ കഴിയുന്ന പൈലറ്റുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ച് ദ ട്വിൻ ടവേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് സെന്റർ വാസ് സെറ്റ് അബ്ലേസ്. അല്ലേ, 4500 പരം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു. ഇതാണ് ആധുനിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരാക്രമണമായിട്ട് പറയുന്നത്. സെപ്റ്റംബർ 11, 2001 അമേരിക്കയ്ക്ക് നടുക്കിയ ആക്രമണം അവിടുത്തെ അതേ രീതിശാസ്ത്രമാണ്. നോക്കൂ, സിംബോളിക് ടാർഗറ്റ്സ് ആർ ചൂസൺ. ബോംബെയിൽ നടന്ന ആക്രമണവും സിംബോളിക് ടാർഗറ്റ്സ് അല്ലേ? എന്താണ്? ഇന്ത്യ ഗേറ്റ്, അതിൻ്റെ അടുത്തുള്ള സ്ഫോടനം നടന്നത് താജ് ഹോട്ടലാണ്. ടാറ്റയുടെ താജ് ഹോട്ടൽ നടക്കുന്നു. അവിടെയാണ് വിദേശ സഞ്ചാരികൾ വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ പ്രഭാവം വരണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നടത്തിയത്. ദരിമാൻ ഹൗസ്, ജൂയിഷ് സെറ്റിൽമെന്റ്സ് ആണ് ഇവിടെ. ദരിമാൻ ഹൗസ് ആക്രമിക്കപ്പെട്ടു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ നെർവ് സെന്റർ ഓഫ് ഇന്ത്യസ് ബിസിനസ് ആൻഡ് ഇക്കോണമി കൺവേർജ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്, BSE അവിടെയാണ്. അതുപോലെ വിക്ടോറിയ ടെർമിനസ്,
കൃത്യമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഡൽഹിയിലെ മുൻകാല ആക്രമണം, പാർലമെന്റ് ആക്രമണം, കൃത്യമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ആക്രമണം അംഗീകരിക്കുന്നു, പ്ലാൻഡ് ആക്രമണം അല്ല. ഹി വാസ് ഓൺ ദി റൺ. മുഹമ്മദ് അല്ല ദിസ് ഗായ് ഉമർ നബി വാസ് ഓൺ ദ റൺ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 2-3 പേര് പിടിയിലായി. ആ മൊഡ്യൂൾ പൊട്ടാൻ പോവുകയാണ്. താൻ അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കാൻ, ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പോൾ കരുതാനല്ലേ പറ്റൂ. അന്വേഷണ ഏജൻസികൾ നിഗമനങ്ങളിൽ എത്തുന്നതിന് മുൻപ് ഇപ്പോൾ ഊഹിക്കാനല്ലേ പറ്റൂ. അപ്പോൾ ഒളിപ്പിക്കാനുള്ള പോക്കിൽ, വെപ്രാളത്തിൽ പൊട്ടിത്തെറിച്ചത്. അല്ല എങ്കിൽ ട്രാഫിക് ലൈറ്റിൽ വെച്ച് അത് പൊട്ടിത്തെറിക്കില്ലായിരുന്നു. അവിടെ ഡാമേജ് പരിമിതപ്പെട്ടു. അതാണ് പോസിറ്റീവ്. ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയാവും. അല്ലെങ്കിൽ ചാന്തിന്റെ ചൗക്കലേക്ക് ആ കാർ പ്രവേശിക്കുകയും വലിയ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടുന്ന ഇടത്ത് അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെങ്കിൽ നാശനഷ്ടങ്ങൾ കൂടുതലാകും. അത് മാത്രമല്ല, ഇതിനകത്ത് ലോഹച്ചീളുകളില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണമായി സജ്ജീകരിച്ച ബോംബ് ഉദ്ദേശിച്ച ഇടത്ത്, ഉദ്ദേശിച്ച സമയത്ത് അല്ല പൊട്ടിയത്. IEDയും പൂർണ്ണ സജ്ജമായിരുന്നില്ല എന്നാണ് നിഗമനം. ഒന്നും പൂർണ്ണ സജ്ജമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഭാവിയിൽ വൻ നാശം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജനുവരി 26, 2026 റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്ര നേതാക്കൾ സംസാരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പല ഇടങ്ങളിലും സ്ഫോടനം നടത്താൻ പ്ലാൻ ചെയ്ത ഒരു മൊഡ്യൂളാണ്, ഒരു മോഡസ് ഓപ്പറാൻഡി ആയിരുന്നു ഇവരുടെ മനസ്സിൽ. അത് മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ പോലും സമയത്തിന് ഈ ആക്രമണം ഒഴിവാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവമാണ് ദ നെഗറ്റീവ്. ഇപ്പോൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്, ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ ചോദ്യം ചെയ്യുമ്പോൾ മുസമ്മിൽ ഷക്കീൽ പറയുന്നു, നേരത്തെ ഇയാളും ഡോക്ടർ ഉമർ നബിയും ചേർന്ന് ചെങ്കോട്ട മേഖല നിരീക്ഷിച്ചിരുന്നു. അത് ജനുവരി 26 ഒരു ആക്രമണം ലക്ഷ്യമിട്ടാണ്. ദീപാവലിക്ക് ഞങ്ങൾ ആക്രമണത്തിന് പദ്ധതിയിട്ടു, എങ്കിലും ആക്രമണം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ജനുവരി 26 ഇന്ത്യ നടുങ്ങുന്ന ഒരാക്രമണ പരമ്പരയ്ക്ക് വേണ്ട ശ്രമങ്ങൾ തുടങ്ങിയത്. ഈ വലിയൊരു സംഭവ പരമ്പരയുടെ ചുരുൾ നിവരുന്നത് ഒക്ടോബർ 19 ശ്രീനഗറിൽ ചില ഉറുദു പോസ്റ്ററുകൾ, ആ ഉറുദു പോസ്റ്ററുകളിൽ പ്രദേശവാസികൾക്കുള്ള മുന്നറിയിപ്പാണ്. ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യൻ സേനയുമായി സഹകരിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും. ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ചില പോസ്റ്ററുകൾ. ഈ പോസ്റ്ററുകൾക്ക് പിന്നാലെ പാഞ്ഞ അന്വേഷണ സംഘം പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തുള്ളൊരു ഇമാം ഇർഫാനിലെത്തുന്നു. ഇർഫാൻ അഹമ്മദിനെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ അവിടെ അടുത്തൊരു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പാരാമെഡിക്കൽ ജീവനക്കാരനായിരുന്നു. നടുക്കുന്ന വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ചുരുൾ നിവരുന്നത് അവിടെ നിന്നാണ്. ഇയാളുടെ കീഴിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, ഡോക്ടർ ആദിൽ തുടങ്ങിയ വലിയൊരു നിര, അവിടെ ഒരു ഡോക്ടർ ഷാഹീൻ സയ്യിദ് എന്നുള്ളൊരു വനിതാ ഡോക്ടർ ഉമർ നബി. അപ്പോൾ വലിയ ഡോക്ടർമാരുടെ നിര ഈ ഭീകര ശൃംഖലയിലേക്ക് കണ്ണി ചേർന്നിരിക്കുന്നു എന്ന കണ്ടെത്തൽ. അവിടെ നിന്നാണ് നവംബർ 8 ആദിലിനെ അറസ്റ്റ് ചെയ്യുന്ന ആദ്യ നീക്കം അന്വേഷണ സംഘം നടത്തുന്നത്. അത് സൊഹറാൻപൂരിൽ വെച്ചാണ്. ആദിലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ നടക്കുന്ന വിവരങ്ങൾ, ഡോക്ടർ മുസമ്മിലിനെ കുറിച്ചുള്ള നടക്കുന്ന വിവരങ്ങൾ. പിന്നീട് ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി ഫരീദാബാദിൽ വെച്ച് മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്യുന്നു. അയാൾ വാടകയ്ക്കെടുത്ത 2 വീടുകൾ റെയ്ഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നത്. തൊട്ട് അടുത്ത് തന്നെ ഇയാൾ ഉപയോഗിച്ചിരുന്നൊരു കാർ, അത് ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന വനിതാ ഡോക്ടറുടെയാണ്. ആ കാറാണ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിലൊരു AK-47 തോക്ക്. അപ്പോൾ തന്നെ കാമുകയാണെന്നും കാമുകയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കാറിൽ വെച്ചിരിക്കുന്നതാണെന്നും ഇയാൾ പറയുന്നു. എന്നാൽ അന്വേഷണ ഏജൻസികൾ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. തുടർന്നാണ് സ്ഫോടക വസ്തുക്കളിലെത്തുന്നത്. ഈ ഇന്ത്യ ഭയക്കുന്ന ഈ ചുരുൾ നിവരുന്നത്. അപ്പോൾ ഡൽഹി സ്ഫോടനം അതിനേക്കാൾ ഭയക്കേണ്ട മറ്റൊരു തരത്തിലുള്ള ഭീകര ശൃംഖലയുടെ ഇടപെടലുകൾ അല്ലേ നമ്മൾ ഭയക്കേണ്ടത് കൂടുതൽ? ജയ്ഷ് മുഹമ്മദ്, അത് ഇന്ത്യ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. നോക്കൂ, ജയ്ഷിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെ ലഷ്കർ തൊയ്ബ ഹെഡ്ക്വാർട്ടേഴ്സ്, മുറിഡ്കയിലും ബഹാവൽപൂരിലുമുള്ള ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തകർക്കപ്പെട്ടു. മെയ് മാസം 7 വലിയ ആക്രമണമാണ് ഇന്ത്യയുടെ സേനകൾ ആ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തിയത്. പക്ഷേ
ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ, പ്രത്യേകിച്ച് ജയ്ഷെ മുഹമ്മദിൻ്റെ ഹൈപ്പർ ആക്റ്റീവ് കാഡർ വളരെ സമൃദ്ധമായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ രഹസ്യ സങ്കേതങ്ങൾ സ്ഥാപിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അതുകൊണ്ടാണ് പുൽവാമ ബേസ്ഡാണ് 2 ഡോക്ടേഴ്സ്, ഡോക്ടർ ഷക്കീലും അതുപോലെ ഡോക്ടർ ഉമർ നബിയും, 2 പേരും പുൽവാമ സ്വദേശികളാണ്, കാശ്മീർ സ്വദേശികളാണ്. അവർ ബേസ് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ കോളേജ്, ഫരീദാബാദിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് കൂടിയുടെ അധ്യാപകർ, അവർക്കൊപ്പം ഡോക്ടർ ആദിൽ അഹമ്മദ്. ഇപ്പം 1 ലേഡി ഡോക്ടർ ആൻഡ് 3 മെയിൽ ഡോക്ടേഴ്സ് അറ്റ്ലീസ്റ്റ്. അതിനേക്കാൾ കൂടുതൽ ഡോക്ടർമാർ തന്നെ ഇൻവോൾവ് ആകാം. ഇവരെല്ലാം തന്നെ പൊതുജന സമക്ഷം നോക്കുമ്പോൾ ആദരണീയരായ വ്യക്തിത്വങ്ങളാണ്, ചെറുപ്പക്കാരാണ്, ആദരണീയരായ ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശൃംഖല ഉണ്ടാകണം എങ്കിൽ അത് പ്രൊഫഷണലുകളുടെ ശൃംഖലയാണ്. അല്ലാതെ വർക്കിംഗ് ക്ലാസ്സിൽ ഉണ്ടാകും, മറ്റിടങ്ങളിലുണ്ടാകും. കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പഹൽഗാം ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്നു വന്ന് മാസങ്ങളോളം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ താമസിച്ച് ചില ഭവനങ്ങളിൽ അവർക്ക് സംരക്ഷണം ഒരുക്കി പിന്നീടാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. അല്ല, ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇമാം വാസ്തവത്തിൽ ഒരു പള്ളിയിൽ വെച്ചാണ് ഈ ഡോക്ടർമാരെ നേരിൽ കാണുന്നത്. പിന്നീട് അവരിലേക്ക് തീവ്രവാദ ആശയങ്ങൾ ക്രമേണ കടത്തിവിടുകയായിരുന്നു. ജയ്ഷെ മുഹമ്മദിൻ്റെ വീഡിയോകൾ കാണിച്ച് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇമാം ഇർഫാൻ വളരെ തന്ത്രപൂർവ്വം ഡോക്ടർമാരെ തങ്ങളുടെ സംഘത്തിലേക്ക് ചേർക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇത്തരം റിക്രൂട്ട്മെൻറ്റ് വിങ്ങുകൾ ധാരാളം ഇപ്പോൾ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് പുൽവാമ, ഷോപ്പിയാൻ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നിഗമനം. അപ്പോൾ ഈ അറസ്റ്റിലായ 7 പേർ മാത്രമായിരിക്കില്ല, അതുപോലെ ഒട്ടനവധി ആളുകൾ ഇപ്പോൾ തന്നെ ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമായ ശൃംഖലയിൽ ഉണ്ടാവില്ലേ? ഉറപ്പായി ഉണ്ടാകും. നോക്കണം, ഇതിനോട്ട് സൈക്കോളജിക്കായിട്ട് നോക്കിയാൽ IQ, EQ ആൻഡ് SQ കോഷ്യൻറ്റുകളാണ്. ഡോക്ടേഴ്സ് സ്വാഭാവികമായി ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്, ബുദ്ധിശക്തിയുള്ളവരാണ്, ബുദ്ധി കൂർമ്മതയുള്ളവരാവണം. IQ ലെവൽ സ്റ്റേബിൾ ആക്കണമല്ലോ. അതെ, അവരെ നമ്മളെന്താ കരുതുക? ബുദ്ധിമാന്മാർ, IQ ഉള്ളവർ, അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ലേ? തെറ്റായ ഐഡിയോളജികൾ, ഇഷ്ടങ്ങൾ അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന പൊതുധാരണയെ അട്ടിമറിക്കുന്ന രീതിയിലാണ് അവരിലേക്ക് ഏറ്റവും ബുദ്ധിമാന്മാരെ, ഏറ്റവും ഉന്നതരെ തിരഞ്ഞുപിടിച്ച് അവരുടെ ബുദ്ധി ഡൈവേർട്ട് ചെയ്ത് വിധ്വംസക പ്രവർത്തനങ്ങളായി അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഇൻഡോക്ട്രിനേഷൻ ഡ്രൈവാണ് ഒരുപക്ഷെ അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ EQ എവിടെ? ഇമോഷണൽ കോഷ്യന്റ്. അവരുടെ ഇമോഷനെ തെറ്റായ രീതിയിൽ അവരുടെ മനസ്സിനെ തന്നെ അടിമപ്പെടുത്തി അവരുടെ ബുദ്ധിയെ ഒരു ഡിസ്ട്രക്റ്റീവ് ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ സോഷ്യൽ കോഷ്യന്റ് എവിടെ? SQ. എന്ത് കമ്മിറ്റ്മെൻ്റ് ആണുള്ളത്? സമൂഹത്തിന് ഡോക്ടേഴ്സ് എന്താ ചെയ്യേണ്ടത്? അവർ സമൂഹത്തിൻ്റെ രക്ഷകരായി മാറേണ്ടതാണ്. രോഗികളെ ശുശ്രൂഷിക്കുക, സൗഖ്യമാക്കുക. ഈ സൗഖ്യമാക്കുന്നതിന് പോയിട്ട് ജീവൻ എടുക്കുന്ന കരങ്ങളായി മാറുന്നു, ഭീകരരുടെ പിണിയാളുകളായി മാറുന്നു. ഇത് അറിയാൻ തക്ക ബുദ്ധിയുള്ളവരല്ലേ ഡോക്ടേഴ്സ്? വേൾഡ് ട്രേഡ് സെൻറ്റർ നേരത്തെ പറഞ്ഞല്ലോ, തകർത്ത എഞ്ചിനീയേഴ്സ്, അവർ ഫ്ലൈറ്റ് ഓപ്പറേറ്റർ. അത് തീർച്ചയായും തീവ്രവാദത്തിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് പോയിരിക്കുന്നു. നോക്കൂ, ദിസ് ഇസ് സംതിങ് ലൈക്ക് എ ബാക്ടീരിയ ഗെയിനിങ് റെസിസ്റ്റൻസ് എഗൻസ്റ്റ് ആൻറ്റിബയോട്ടിക്സ് അല്ലേ? കേരളത്തിലെ ചില സാംസ്കാരിക നായകരൊക്കെ നേരത്തെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ശ്രീനഗറിൽ അല്ലെങ്കിൽ കാശ്മീരിലെ തൊഴിലില്ലായ്മയാണ് ഈ ചെറുപ്പക്കാരെ ഭീകരതയിലേക്ക് ആകർഷിക്കുന്നതെന്ന്. അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന, സർക്കാർ സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ അടക്കം ഈ ഭീകര ശൃംഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു എങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ. സിവിലൈസേഷണൽ റീസൺസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു വൈകാരികമായി എടുക്കേണ്ട വിഷയമല്ല. ഇതിനെ ശാന്തമായി ഡിസിഷൻ മേക്കേഴ്സ്, പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് വളരെ ഗൗരവമായി, ശാന്തമായി, ഇപ്പം മതത്തിൻ്റെയും മറ്റു കാര്യങ്ങളുടെ എല്ലാം പരിഗണനകളും മാറ്റിവെച്ചിട്ട് നമ്മുടെ രാജ്യം, ദേശീയ സുരക്ഷ മാത്രം വെച്ചുകൊണ്ട് എവിടെയാണ് ഗ്രീവൻസസ്, ഈ ഷാർപ്പ് മൈൻഡ്സ് ഉള്ള ആളുകൾ ഗ്രീവൻസസ് എവിടെയാണെന്ന് നോക്കും. ഒരു വിഭാഗം, മതവിഭാഗമാകട്ടെ പ്രാദേശിക വിഭാഗമാകട്ടെ, അവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, സിസ്റ്റത്തിൽ നിന്നും മാർജിനലൈസ്ഡ് ആകുന്നു, എലിമിനേറ്റഡ് ആകുന്നു എന്ന തോന്നലിൽ നിന്നുകൊണ്ടാണ് ആയുധപരമായി
നിയമത്തിൻ്റെ വഴിയിൽ റൂൾ ഓഫ് ലോ അനുസരിച്ച് മുന്നോട്ട് പോകാനാവില്ല, ഭരണഘടനാപരമായി മുന്നോട്ട് പോകാനാവില്ല. ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പോരാട്ടം, അതിന് ജിഹാദ് എന്നോ എന്ത് ഹോളി വാറെന്നോ എന്ത് വേണേലും വിളിക്കാം, ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ദർ ഇസ് എ കോസ്. അപ്പം വൈറസ് കടന്നു വരുന്നത് ബോഡി വീക്ക് ആകുമ്പോഴാണ്, ബാക്ടീരിയ കടന്നു വരുന്നത് ശരീരം വീക്ക് ആകുമ്പോഴാണ്. ഈ ശരീരം വീക്കാണോ അതിനുള്ള പ്രതിരോധം. അപ്പോൾ ഈ ഗ്രീവൻസുകൾ ഇപ്പം മാവോയിസത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? മാവോയിസ്റ്റുകൾ പറയുന്നത് ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും വെസ്റ്റ് ബംഗാളിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തെയും ഒറീസയിലെയും നഗരവീഥികൾ തീർച്ചയായും അവിടെ കറപ്ഷനാണ്, അവിടെ എങ്ങും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ്, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ട്രൈബൽസിന് ജലമെത്തുന്നില്ല, വൈദ്യുതിയില്ല, ഒന്നുമില്ല. അപ്പോൾ മാർജിനലൈസ്ഡ്. അത് അഡ്രസ്സ് ചെയ്യുക എന്നതാണ് മാവോയിസത്തെ ഡീൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. ഇതുപോലെ ഭീകരത ഡീൽ ചെയ്യാൻ, ഇപ്പം ഇത് സാംസ്കാരിക ഭീകരത എന്ന് വേണമെങ്കിൽ പറയാം, അതായത് അതിർത്തി കടന്നു വരുന്ന മറ്റൊരു ഡയമെൻഷനാണ്. പക്ഷേ ഉള്ളിലുള്ള ശത്രുവാണ് പുറത്തുനിന്ന് വരുന്ന ശത്രുവിനേക്കാൾ 100% ഭീകരൻ. കാരണം there is an enemy within. അപ്പം ഇതിനകത്ത് വൈറസ് ബാധിച്ചിരിക്കുന്നു, ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? അവിടെയാണ് കൂടുതൽ ഇൻ്റലിക്യൂട്ടർഷിപ്പ് വേണം, അവിടെയാണ് ഗവൺമെൻറ് ശ്രദ്ധ പതിയേണ്ടത്. ഇതിപ്പം മുൻകാലങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ചത് കറക്റ്റാണ്. തൊഴിലാളികൾ തൊഴിലില്ലാതെ വരുമ്പോൾ ആയുധമെടുക്കുന്നു, സ്വാഭാവികമായി സംഭവിക്കാം. ചെറുപ്പക്കാർ തൊഴിൽ തേടി അലയുന്നവരെ പെട്ടെന്ന് വശീകരിച്ചുകൊണ്ട് AK-47 റൈഫിളുമായി കൊടുത്തു വിടുകയാണ് 14 വയസ്സുള്ള ബാലൻ്റെ കയ്യിൽ. ആ ഒരു പ്രായത്തിൽ ഇൻഡോക്ട്രിനേഷൻ എളുപ്പമാണ്, വിദ്യാഭ്യാസം കാര്യമായില്ല. ആമീർ അജ്മൽ ഗസബിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ബോംബെ ഭീകരാക്രമണത്തിന് പിടിയിലായ ആളിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? അദ്ദേഹത്തെ കാര്യമായി കുറ്റപ്പെടുത്താനാവുമോ? അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന്. ഇദ്ദേഹത്തെ ഉമർ നബിക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? എല്ലാ ഭീകരരും ഒരുപോലെയല്ല. അവിടെയാണ് ഗൗരവമായി, രാജ്യം ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. തൊഴിലില്ലായ്മ കൊണ്ട് ഭീകരത ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാനാവില്ല. അത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഗവൺമെൻറ് ഓഫീസുകൾ മുതലായിടത്തെ ഫേംലി പ്ലേസ്ഡ് ആയ ആളുകളുടെ ഇടയിലേക്ക് വരെ കടന്നു കയറാവുന്ന രീതിയിൽ ഭീകരർ, വൈറ്റ് കോളർ ടെറർ, ഈ കോൺസെപ്റ്റ് ഡീപ്ലി എൻട്രൻസ്ഡ് ആയിരിക്കുന്നു. ഇത് അംഗീകരിക്കുക, ഇത് ഒട്ടകപ്പക്ഷി തല, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുഷസൈഡ് ചെയ്യാതെ ഇത് നേരിട്ട് അഡ്രസ്സ് ചെയ്യാനും അവരിലേക്ക് കൂടുതൽ അന്വേഷണം നടത്താനുമുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിനേക്കാൾ ഭയാനകമായ മറ്റൊരു തലം ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റേതാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ നിയോഗിക്കപ്പെട്ടതും ഒരു ഡോക്ടർ. ആ ഡോക്ടറിന് വലിയ ബന്ധങ്ങളുണ്ട്. മഹാരാഷ്ട്രക്കാരനായ ഒരു ഭർത്താവിനെ 2015 ഉപേക്ഷിക്കുന്നു. മഹാരാഷ്ട്രയിൽ പോലും ദുരൂഹമായ ഇവരുടെ പല ഇടപെടലുകളും ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോഴും പല ദിവസങ്ങളിൽ ഇവർ അവധിയെടുത്ത് ദുരൂഹമായ നിരവധി യാത്രകൾ നടത്തുന്നു. അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് പോലും സംശയം. അപ്പോൾ ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് പോലെ ഒരു കൊടും ഭീകര സംഘടനയുടെ വനിതാ വിങ് രൂപീകരിക്കാൻ ഒരു വനിതാ ഡോക്ടറെ നിയോഗിക്കുന്നു. ഇത്തരം വാർത്തകളൊന്നും നേരത്തെ യാതൊരു വിധത്തിലും നമ്മുടെ ഈ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലേ? അതും സംശയിക്കപ്പെടേണ്ടതല്ലേ? ശ്രീ സോയ്മോൻ, there is an asymmetrical war happening. അദൃശ്യമായ asymmetrical war എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പാരിറ്റി ഇല്ല, മിലിറ്ററി പാരിറ്റി ഇല്ല, പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പാരിറ്റി ഇല്ല, റിസോഴ്സിൻ്റെ കാര്യത്തിൽ പാരിറ്റി ഇല്ല, അജഗജ അന്തരമുണ്ട്. ആ പാരിറ്റി ബ്രിഡ്ജ് ചെയ്യാൻ അസാധ്യമായ ചില കാര്യങ്ങൾ പാകിസ്ഥാൻ അല്ലെങ്കിൽ ശത്രുരാജ്യം ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ്റെ ലോങ് സ്റ്റാൻഡിങ് പോളിസി 1000 കട്ട് പോളിസി. അത് ഒളിഞ്ഞും തെളിഞ്ഞും 21ാം നൂറ്റാണ്ടിൻ്റെ 3ാം ദശകത്തിൻ്റെ പകുതിയിലും അത് തുടരുന്നു. അതായത് ഇന്ത്യയെ നേരിട്ട് സൈനികമായി പരാജയപ്പെടുത്താൻ ആവില്ല. അങ്ങനെയെങ്കിൽ 100 മാർഗങ്ങൾ, 1000 മാർഗങ്ങൾ ഉപയോഗിച്ച് 1000 ഇടങ്ങളിൽ ചെറുതും വലുതുമായ പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ബ്ലേഡ് ഇന്ത്യ ടു സബ്മിഷൻ. ഇതാണ് പാകിസ്ഥാൻ്റെ തന്ത്രം. അവിടെയാണ് പുതിയ ഡയമെൻഷൻ ഗെറ്റ് ആഡഡ്. വിമൻ സാധാരണഗതിയിൽ ട്രഡീഷണൽ ഇസ്ലാമിക ചിന്ത അനുസരിച്ച് സ്ത്രീകൾ ഒരു ഫൈറ്റിംഗ് ഫോഴ്സിലേക്ക് വരുന്നത് ഈ കൺവെൻഷണൽ രീതിയിൽ അത്ര സാധ്യമല്ല. പക്ഷേ നൗ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ആംസ്, റെസ്പോണ്ട് മിലിറ്ററിസ്റ്റിക്കലി എന്ന ഒരു ചിന്ത ഇൻകൾക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വിമൻ സ്ക്വാഡുകൾ ഉണ്ടാകുന്നു.
അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത സ്ഥാനീയ ഒരാളെയാണ്, ഡോക്ടറെയാണ്, ലേഡി ഡോക്ടറെയാണ്. അത് അങ്ങനെയാണ്. കാരണം ഇതൊരു സാധ്യത. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പോസിറ്റീവ് ടേക്ക് അവേസ് ഫ്രം ദിസ് ബ്ലാസ്റ്റ്. 12 പേരുടെ മരണം ദുഃഖകരമാണ്. പക്ഷേ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില കൊറോളറീസ്, ബൈ പ്രോഡക്ട്സ് ആണ് ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന ഇപ്പോൾ വൈറ്റ് കോളർ ടെറർ എന്ന കോൺസെപ്റ്റ് വരികയാണ്. വിമൻ ടെററിസ്റ്റ്, അത് ഒരു കോൺസെപ്റ്റാണ്. അത് എത്രത്തോളം പണ്ട് നമ്മൾ പറയും ഇതൊക്കെ അസാധ്യമായ കാര്യം, ഇതൊക്കെ ചുമ്മാ പറയും, കഥ പോലെ പറയാൻ. അങ്ങനെയല്ല, ഇതിൽ കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് എവിടെയും ഏത് സമയത്തും ഏത് ഭാഗത്തു നിന്നും ആരിൽ നിന്നും ഒരു ആക്രമണം ഇന്ത്യയുടെ സാധാരണ ജനം, സോഫ്റ്റ് ടാർഗറ്റ്സ്, നമ്മളെല്ലാം നമ്മളെ കേൾക്കുന്ന ആളുകളും നമ്മളും എല്ലാം തന്നെ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണെന്ന് ഓർക്കണം. പ്രതിരോധമില്ല, ചാവേർ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധമില്ല എന്ന് കൂടി ഓർക്കണം. അവിടെയാണ് മനസ്സുകളുടെ രൂപാന്തരം ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് മറുവശത്ത് ചില സത്യങ്ങൾ കൂടി തെളിഞ്ഞു വരുന്നു. ഒന്ന്, ഡോക്ടർ ഷഹീൻ സയ്യിദിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നു ഡോക്ടർ മുസമ്മിൽ ഷക്കീലും ഉമർ നബിയും ചേർന്ന് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന്. ഇതേക്കുറിച്ച് ഇവർ നിരന്തരം താനുമായി ആശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെന്നാണ് ഈ ഷഹീൻ സയ്യിദ് മൊഴി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ ഘട്ടമില്ലേ, ഒന്ന് ശ്രീനഗറിലും ജമ്മു കാശ്മീരിലുമൊക്കെ ഒതുങ്ങി നിന്നിരുന്ന ആ ടെററിസം ഇപ്പോൾ ഫരീദാബാദിലേക്കും UP-യിലെ പല സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു. ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ ഈ സംഘങ്ങൾക്ക് കഴിയുന്നു. അത് അപകടകരമായ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ. ഹരിയാനയിലേക്കും ഉത്തർപ്രദേശിലേക്കും, എന്തിന് ഗുജറാത്തിൽ വരെ. ഗുജറാത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റെയ്ഡുകൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി റിസിൻ പോലെ മാരകമായ രാസവസ്തുക്കൾ പിടിച്ചെടുക്കുകയും അവിടെ നിന്ന് ചില അറസ്റ്റുകൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി തീവ്രവാദികൾ വലവിരിച്ചു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ലല്ലോ, ഇങ്ങറ്റത്ത് കേരളത്തിൽ പോലും ശൃംഖല ഇവിടേക്ക് നീളുന്നു. അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിക്കണം. ഇവിടെ എല്ലാം ഭദ്രം എന്ന് പറയേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. ജനങ്ങൾക്ക് സുരക്ഷാ ബോധം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതേസമയം ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. പാൻ ഇന്ത്യ ലെവലിലേക്ക് ഭീകരത വ്യാപിച്ചിട്ട് എത്രയോ കാലമായിരിക്കുന്നു. പക്ഷെ അവിടെയാണ് ഈ സ്ലീപ്പർ സെല്ലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നോക്കൂ, ഫരീദാബാദ് ഡൽഹി പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. പ്രാന്തപ്രദേശത്തുള്ള അനേക സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം സമാനമായ ഇതൊരു സാമ്പിളാണ്. ഒരു സാമ്പിളിൽ നിന്നാണല്ലോ നമ്മൾ ജനറലൈസ് ചെയ്യുന്നത്. ഈ ജനറലൈസേഷന് ഉള്ള സമയമായി എന്ന് വേണം കരുതാൻ. അപ്പോൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എത്രത്തോളം ഏകോപനത്തോടെയാണ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ലോക്കൽ പോലീസ്, ലോക്കൽ ഇൻ്റലിജൻസ്, മിലിറ്ററി ഇൻ്റലിജൻസ്, പോലീസ് ഇൻ്റലിജൻസ്, സ്റ്റേറ്റ് ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എല്ലാത്തിൻ്റെയും കോർഡിനേഷൻ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലെങ്കിൽ NIA, എല്ലാ അന്വേഷണ ഏജൻസികളെയും ഇൻ്റലിജൻസ് ഏജൻസികളുടെയും യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടോ? അതോ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ഈ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെയും ഈ സുരക്ഷാ വീഴ്ചകളെയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇന്ത്യയുടെ മനസ്സ്. അത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ദേശ സുരക്ഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയം ഇല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഒരു സുരക്ഷാ വീഴ്ച കോൺഗ്രസ് ഗവൺമെൻറ് കാലത്തോ BJP ഗവൺമെൻറ് കാലത്തോ ഉണ്ടാകാം. വീഴ്ച തന്നെയാണ്. ജീവൻ നഷ്ടപ്പെടുന്ന ജീവൻ തന്നെയാണ്. ആരും നിർബന്ധമായി മനഃപൂർവ്വമായി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നിലപാടും ആരും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ഈ ആരോപണങ്ങൾ? തീർച്ചയായും രാജ്യത്തിൻ്റെ ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു ശ്രദ്ധയെ തിരിക്കുന്നില്ലേ? അത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളുടെ ഇടയിൽ നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് വലിയ തോതിലാണ് ലോക രാജ്യങ്ങളുടെ മനസ്സുകളെ സ്വാധീനിക്കാനൊരു ശ്രമം നടത്തി. പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകരത, അതാണ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പാകിസ്ഥാൻ കൊടുക്കുന്ന നറേറ്റീവ് എന്താണ്? തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യക്കുള്ളിലാണ് ഭീകരത മുഴുവൻ. ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ പോരാടുന്നു. തങ്ങൾക്കെതിരെ അവർ ആക്രമണമുന തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെ സംതൃപ്തി ഉണ്ടായാലും ഇവിടെ ആഭ്യന്തരമായ ഒരു വിഷയം തന്നെയാണ്. എപ്പോഴും ജയ്ഷെ മുഹമ്മദിനെ കൂട്ടുപിടിക്കാനാവില്ല. ഇപ്പോൾ സംശയത്തിൻ്റെ മുനകൾ ജയ്ഷെ മുഹമ്മദിലേക്കും അതിൻ്റെ തലവൻ്റെ ഫാമിലി മുഴുവൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നോർക്കണം. മൗലാന മസൂദ് അസർ നോക്കൂ, 2000 ആണ്ടങ്ങോട്ട് പിറന്ന് വീണത് തന്നെ ഒരു വിമാന റാഞ്ചൽ നാടകം കണ്ടുകൊണ്ടല്ലേ. അന്ന് മോചിപ്പിക്കപ്പെട്ട, ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മോചിപ്പിക്കപ്പെട്ട കൊടും ഭീകരൻ പിന്നീട് ഉണ്ടാക്കിയ സംഘടനയാണ് ജയ്ഷെ മുഹമ്മദ്. ആ സംഘടന അതീവ സജീവമായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിർത്തി കടന്നു വരുന്നു. ഇതിനുള്ളിൽ തന്നെ
ആഴത്തിൽ വിത്തുകൾ പാകി മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ലോകരാജ്യങ്ങളെ മാത്രം കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് പാകിസ്ഥാൻ വിരുദ്ധ പ്രചരണം നടത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാവുമോ എന്നാണ് ചോദ്യം. ഒക്ടോബർ 19 ശ്രീനഗറിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ രംഗത്തിറങ്ങുന്നു. പക്ഷേ ഇവിടെ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു കമാൻഡർ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അതിന് മറ്റൊരു വശം കൂടിയില്ലേ? ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് ഇന്ത്യയിലേക്ക് തീവ്രവാദ ആക്രമണങ്ങൾ ഒരു പ്രതികാരം എന്ന നിലയിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തുമെന്നാണ്. പക്ഷേ അതേസമയം ഉത്തർപ്രദേശിലും ഹരിയാനയിലും ജമ്മു കാശ്മീരും കേന്ദ്രീകരിച്ച് തീവ്രവാദികൾ ഡൽഹിയിൽ വലിയ ആക്രമണങ്ങൾക്ക് കൂട്ടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു ശ്രദ്ധ തിരിക്കുകയായിരുന്നില്ല ജെയ്ഷെ മുഹമ്മദിൻ്റെ ലക്ഷ്യം? കൃത്യമായി ഡൈവേർഷൻ ടാക്ടിക്സ് എന്ന് പറയാം. ഇത് സമാന്തരമായി രണ്ടിടത്തും സംഭവിക്കുന്നു. പാകിസ്ഥാനുള്ളിലും ഇത് സംഭവിക്കുന്നുണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനം നടന്നു പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കോടതി സമുച്ചയത്തിന്റെ മുന്നിൽ വെച്ച് ഒരു പോലീസ് വാഹനത്തിന് സമീപം ഒരു കാർ പൊട്ടിത്തെറിക്കുകയാണ്. അവിടെയും 12 മരണങ്ങളാണ്, ഇവിടെയും 12 മരണങ്ങളാണ്. ഇതിന് സമാനതകളുണ്ടോ? അവിടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നുകൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്, അനുകൂലമായ ഒരു ഭരണകൂടം അവിടെ വന്നിരിക്കുന്നു. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലുള്ള ഭരണകൂടം, അതിനുള്ളിൽ വിവിധങ്ങളായ ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകൾ ഇപ്പോൾ തഴച്ചു വളരുകയാണ്. അവിടെ ഇന്ത്യയുടെ കിഴക്കൻ മേഖല, ചിക്കൻ നെക്ക് മേഖല ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കോട്ടുള്ള കവാടം അസ്ഥിരമാകുന്നു എന്നൊരു പ്രതീതി. അത് പ്രതീതി മാത്രമാണ്, ഹൈലി സെക്യൂർഡ് ഒരു മേഖലയാണ് അത് എന്നുകൂടി ഓർക്കണം. പക്ഷേ ഇന്ത്യ രണ്ട് ഫ്രണ്ടിൽ ഒരു പക്ഷേ സുരക്ഷാ ഭീഷണി നേരിടുന്നു എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ കാതുകൾക്ക് ഇമ്പമാണ്. പാക് ബോർഡർ മാത്രമല്ല, കാശ്മീർ, ഹരിയാന, കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് ഈ മേഖലയിൽ ശക്തി പ്രകടനം നടത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ. 10 ദിവസം, 1-ാം തീയതി, നവംബർ മാസം 1-ാം തീയതി മുതൽ നവംബർ 10-ാം തീയതി വരെ ഓപ്പറേഷൻ തൃശൂൽ എന്ന ഒരു ഓപ്പറേഷൻ ഫ്ലെക്സിംഗ് മസിൽസ് കര, നാവിക, വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസമാണ്. അത് പാകിസ്ഥാനുള്ള സൂചനയാണ്. അതേസമയം കിഴക്ക് ഇൻഫിൽട്രേഷൻ നടക്കുന്നു, ഇവിടെ വരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ കണക്ട് നഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഒരു സിംബോളിക് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ മറിച്ച് അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് പാക് താലിബാനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വലിയ മുറവിളി പാകിസ്ഥാനിലുണ്ട്. 24 മണിക്കൂറിനുള്ളതാണ്. ഇവിടെ ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഫോടനം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ അതേപോലെ ഒരു കാർ സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേവലം യാദൃച്ഛികമായി കാണാനാവുന്ന കാര്യമാണോ? ഇന്ത്യയുടെ രീതിശാസ്ത്രങ്ങൾ മാറി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തുച്ഛീകരിച്ച് കാണാനാവുമോ? അജ്ഞാതന്മാരുടെ വെടിയേറ്റ് പാകിസ്ഥാനുള്ള ഇന്ത്യ തിരയുന്ന ഭീകരരെ നമ്മൾ വധിക്കുന്നു എന്ന നറേറ്റീവ് അത്ര യോജിച്ചതാണോ? സംഭവിക്കുന്നുണ്ട്. കാരണം രീതിശാസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം സുരക്ഷ ഉറപ്പാകുന്നുണ്ടോ? ഇതാണ് കാതലായ ചോദ്യം. ഇന്ത്യയുടെ രീതിശാസ്ത്രത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. ഇവിടെ അമിത്ഷായുടെ ചില വാക്കുകൾ ഇന്നലെ ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ കുറ്റവാളിയെയും ഞങ്ങൾ വേട്ടയാടും, ഹണ്ട് എന്നൊരു വാക്കാണ് അമിത്ഷാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ വേട്ടയാടും എന്ന് പറയുമ്പോൾ വേട്ടയാടൽ ഇന്ത്യക്കുള്ളിലാണെങ്കിൽ അത്ര വേട്ടയാടേണ്ട കാര്യമില്ല, പിടികൂടിയാൽ മതി. അപ്പോൾ പാകിസ്ഥാനിലാണ് എന്ന സൂചന തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയുടെ ഒരു വിശദീകരണം ഈ സംഭവത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഏത് സ്ഫോടനത്തിന് പിന്നിലും ഒരു തീവ്രവാദ ലക്ഷ്യമുണ്ടെന്നും അതിന് പിന്നിലെ ഈ അൾട്ടിമേറ്റ് കരങ്ങൾ റാവൽപിണ്ടിയിലുള്ള ഒരു ജനറൽ ഓഫീസാണെന്നും ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ജനറൽ അസിം മുനീർ ഫീൽഡ് മാർഷലായി ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ പാകിസ്ഥാൻ്റെ ഭരണഘടനയുടെ 27-ാം ഭേദഗതിയിലൂടെ വമ്പൻ അധികാരങ്ങളാണ് അസിം മുനീറിനെ തേടി വരുന്നത്. കാരണം ഇന്ത്യയെ പ്രതിരോധിച്ച് നിർത്താൻ പാകിസ്ഥാൻ സൈന്യത്തെ കൂടുതൽ ബലപ്പെടുത്തണം. സംയുക്ത സൈന്യാധിപനായി ഇന്ത്യയിലുള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്, അല്ലേ? സിവിലിയൻ കൺട്രോൾ ഓവർ മിലിറ്ററി. പാകിസ്ഥാൻ അതങ്ങനെയല്ല. അതുകൊണ്ട് സർവാധികാരിയായി പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സൈനിക കരസേനയുടെ മേധാവിയെ അരിയിട്ട് വാഴിക്കുന്ന പ്രതിരോധ സേനാ മൊത്തം സേനാ മേധാവിയായി വാഴിക്കുന്നു. ഔപചാരികമെന്ന് തോന്നാമെങ്കിലും ചില മെസ്സേജുകളാണ്. പാകിസ്ഥാൻ ഇസ് മിലിറ്ററിസ്റ്റിക്കലി ഗെറ്റിംഗ് ഗിയർഡ് അപ്പ് ടു കൗണ്ടർ ഇന്ത്യ എന്ന ഒരു നറേറ്റീവാണ് വരുന്നത്. അപ്പോൾ അവിടെ പാകിസ്ഥാനും ഇന്ത്യയും മുഖാമുഖം നിൽക്കുന്നു. സൈനികമായി രണ്ട് ആണവ ശക്തികളാണ്, സൈനികമായി മുഖാമുഖം നിൽക്കുന്നു എന്ന പ്രതീതിയാണ്. ഇത് രണ്ട് രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുമോ? പാകിസ്ഥാൻ നിലനിൽപ്പിനെ ബാധിക്കും.
ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. അല്ല, ഇവിടെ കാരണം ഇന്ത്യയിൽ അപകടകരമായ ഒരു വസ്തുത കൂടിയുണ്ട്. പാകിസ്ഥാൻ ഇതിന് നൽകുന്ന ഒരു വിശദീകരണം, പെട്ടെന്ന് സൈന്യം ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതിരോധം ഉയർത്തണമെങ്കിൽ ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഒരു ജനകീയ സർക്കാർ സംവിധാനത്തിന്റെ അനുമതിയുടെ ഒരു അനിവാര്യത, അതിന് സമയം വലിയൊരു പ്രശ്നമാകുമെന്നും പ്രതിരോധ സേനയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു മേധാവി ഉണ്ടെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഏത് ആക്രമണത്തിനും അപ്പോൾ തന്നെ മറുപടി കൊടുക്കാനുള്ള അധികാരം ഉണ്ടാകുമെന്നുമാണ്. കൃത്യമായി. കാരണം സൈനിക നീക്കങ്ങളിൽ, സ്ട്രാറ്റജിക് ഓപ്പറേഷനിൽ ടൈം ഇസ് എ ഹ്യൂജ് ഫാക്ടർ. 100 ഫയലുകൾ നീക്കി ഒരു സൈനിക വെടിവെപ്പിന് ഉത്തരവിടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തോറ്റു എന്നാണ് അർത്ഥം. അതുകൊണ്ട് പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ ഇതാണ് വേണ്ടത്. പക്ഷേ ഈ ക്വിക്ക് ആക്ഷനൊക്കെ മുൻപ് എടുത്തല്ലോ. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെ, ഈ പർവേസ് മുഷറഫ് സൈനിക മേധാവിയായിരുന്ന സമയത്തെ കാർഗിലിൽ നുഴഞ്ഞു കയറി ആക്രമണം ആഴ്ചകളോളം നടത്തിയിട്ടും പ്രധാനമന്ത്രി അറിഞ്ഞില്ല. അത് നമ്മളെല്ലാം ഓണസ്റ്റായി വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നിരവധി സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇന്ത്യ വെറുതെ ഇരിക്കില്ല, ഇന്ത്യ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഉറപ്പല്ലേ? പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന് കൃത്യമായി ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. ക്യാബിനറ്റിൻ്റെ ക്യാബിനറ്റ് യോഗം, സുരക്ഷാകാര്യ കമ്മിറ്റിയുടെ യോഗം വൈകുന്നേരം നടക്കുന്നു. അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ, അപ്പോഴും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. സൈന്യത്തിനൊരു ഫ്രീ ഹാൻഡാണ് കഴിഞ്ഞ പ്രാവശ്യം നയപരമായി പാകിസ്ഥാനെ കൗണ്ടർ ചെയ്യാൻ തീരുമാനിക്കുകയും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യമാണ്. എന്നാൽ സൈന്യത്തിന് സ്ഥലം എവിടെയാണ്, ആക്രമണ രീതി എന്താണ്, പ്രഹരശേഷി എന്തായിരിക്കണം, ലക്ഷ്യങ്ങൾ എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യ സൈന്യത്തിന് കൊടുത്തു. അവിടെയാണ് ഇന്ത്യയുടെ റിലേറ്റീവ് അഡ്വാൻറ്റേജ്. സിവിലിയൻ കൺട്രോൾ ഓവർ ആംഡ് ഫോഴ്സസ്, പക്ഷേ ആർമിയെ പ്രൊഫഷണലായി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുകൊടുക്കുന്നു എന്ന ഇന്ത്യയുടെ നിലപാട് ഒരു വശത്തെ, മറുവശത്തെ സിവിലിയൻ ഗവൺമെന്റിനെ പൂർണ്ണമായി നോക്കുകുത്തിയാക്കിക്കൊണ്ട് സൈന്യത്തിൻ്റെ കയ്യിൽ എല്ലാ അധികാരങ്ങളും കൊടുക്കുന്ന പാകിസ്ഥാന്റെ രീതിശാസ്ത്രം, ഇത് രണ്ടും തമ്മിലുള്ള ഉരകല്ലാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. നന്ദി, നമസ്കാരം.